നമസ്കാരം. യു.എസിന്റെ B-2 ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളത്തിൽ നിന്ന് പറന്നുയർന്ന് തകർത്തത് 3 ആണവ കേന്ദ്രങ്ങളാണ്. ഫോർഡോ തകർന്നു എന്ന ട്രംപിന്റെ വാക്കുകളിൽ എല്ലാം നിറഞ്ഞു. ഇറാന്റെ ഭൂഗർഭ ആണവ നിലയമാണ് ഫോർഡോ. ബങ്കർ ബസ്റ്റർ ബോംബറുകൾ ഫോർഡോയെ ചാമ്പലാക്കി. ഇത് തിരിച്ചറിഞ്ഞ് ഇറാൻ ഈ മേഖലയിൽ നിന്നും എല്ലാം മാറ്റിയെന്ന് സൂചനകളുണ്ട്. നദാൻസ് ആണവ നിലയവും ആക്രമിച്ചു. ഫോർഡോ എന്ന ഗ്രാമത്തിൽ ഭൂഗർഭ ആണവ സംഭരണ കേന്ദ്രമാണ് ഇറാൻ ഒരുക്കിയത്. ഇറാന്റെ ക്രൗൺ ഓഫ് ജുവൽ എന്നാണ് ഫോർഡോയെ കരുതുന്നത്. ടെഹ്റാനിൽ നിന്ന് 95 കിലോമീറ്റർ അകലെ കോം എന്ന പ്രദേശത്തെ പർവ്വതനിരയിലാണ് ഫോർഡോ ആണവ നിലയം. ഈ ഭൂഗർഭ അറയിൽ നടക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേലിനോ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കോ കൃത്യമായ വിവരമില്ല. അതുകൊണ്ടാണ് ഇതിനെ തകർത്തത്. പ്രിസിഷൻ ബോംബാക്രമണമാണ് ഫോർഡോയെ തകർത്തത്. ഇറാന്റെ മറ്റു ലക്ഷ്യങ്ങളല്ല ആണവ കേന്ദ്രങ്ങളാണ് യുഎസിന്റെ ഉന്നം. അവയെല്ലാം ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലുമാണ്. ഇതിൽ പ്രധാനമായിരുന്നു ഫോർഡോ. ഭൂമിക്കടിയിലെ സങ്കേതങ്ങൾ തുറന്നു ചെന്ന് തകർക്കാൻ കഴിയുന്ന ബോംബ് പ്രയോഗിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങളിലും ബോംബിട്ടതായി ട്രംപ് തന്നെയാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയത്. യുഎസിന്റെ B-2 ബോംബർ വിമാനങ്ങളും ബങ്കർ ബസ്റ്റർ ബോംബുകളുമാണ് ഫോർഡോ ഉൾപ്പെടെ തകർത്തതെന്നും വ്യക്തമാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെല്ലാം സർജിക്കൽ സ്ട്രൈക്കുകളായിരുന്നു. കൃത്യമായ സ്ഥലം നിർണ്ണയിച്ച് നടത്തുന്ന വ്യോമാക്രമണം. ലക്ഷ്യം തകർത്താൽ പിന്നെ അതിവേഗം തിരിച്ചെത്തും. പിന്നീട് പ്രകോപനത്തിന് പോകില്ല. ഇതേ രീതിയാണ് അമേരിക്കയും എടുത്തതെന്നാണ് വിലയിരുത്തൽ. ഇനി ഇറാൻ ആക്രമിച്ചില്ലെങ്കിൽ തുടരാക്രമണം നടത്തില്ല. ഇറാനെതിരെയുള്ള യുദ്ധമല്ല അമേരിക്കയും ഉദ്ദേശിക്കുന്നത്. മറിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കിയാലുള്ള ഭീഷണി മനസ്സിലാക്കിയുള്ള പ്രതികരണം. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തകർക്കാനായിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക്. ഭീകര കേന്ദ്രങ്ങളിൽ മാത്രമാണ് സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഇന്ത്യ തകർത്തത്. പഹൽഗാമിലെ തിരിച്ചടി വലുതായിരുന്നു. ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ഇതോടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും തകർത്തു. ഇതുതന്നെയാണ് അമേരിക്കയുടെയും ഇറാനിലെ ആക്രമണ തന്ത്രം. ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിച്ചത്. ഇതിന് പകരം ഇറാൻ തിരിച്ചടിച്ചാൽ കടുത്ത പ്രത്യാക്രമണം നടത്തുകയും ചെയ്യും. ആണവ കേന്ദ്രങ്ങളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ശത്രുവിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം എപ്പോഴും ഭൂമിക്കടിയിലായിരിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. മിക്ക ചാര ഏജൻസികളും പുറമേക്ക് കാണുന്ന കെട്ടിടത്തിൻ്റെ താഴെ പല നിലകൾ പണിത് അവിടെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഇതെല്ലാമായിരുന്നു ഇറാനും ചെയ്തത്. ഫോർഡോയിൽ അതിശക്തമായ ആണവ കേന്ദ്രമുണ്ടായിരുന്നു. ആണവ പരീക്ഷണങ്ങൾക്കപ്പുറം സൂക്ഷിപ്പ് കേന്ദ്രം. മല തുരന്ന ആഴങ്ങളിലേക്ക് അതിഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇവിടേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ട്. കോൺക്രീറ്റ് കാര്യത്തിലുണ്ടാക്കിയ ആണവ നിലയം തകരുകയും ചെയ്തു. ഇറാന്റെ കോൺക്രീറ്റ് ശക്തിയായിരുന്നു ഫോർഡോയിലെ ആണവ നിലയം എന്നതാണ് വസ്തുത. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വെളിപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് നൽകിയത് സർജിക്കൽ സ്ട്രൈക്കിന്റെ സൂചനയാണ്. തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം പുറത്തുവിട്ടത്. ഇറാനിലെ തന്ത്രപ്രധാനമായ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. ആണവ കേന്ദ്രങ്ങളിൽ ബോംബർ വിമാനങ്ങൾ ബോംബിട്ടെന്നും എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്ന് ആക്രമണം മടങ്ങിയെന്നും ട്രംപ് വ്യക്തമാക്കി. യുഎസിനല്ലാതെ ലോകത്തെ ഒരു സൈന്യത്തിനും ഇത്തരത്തിലൊരു ദൗത്യം നടത്താനാകില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇനി സമാധാനത്തിനുള്ള സമയമാണെന്ന് എടുത്തു പറഞ്ഞാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അതേസമയം നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൂടുതൽ പുറത്തു വന്നിട്ടില്ല. ഫോർഡോയിൽ ആക്രമണം നടത്തണമെങ്കിൽ ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ആവശ്യമാണ്. ഇതിനെ വഹിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളെ US ഗുവാമിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. സംഘർഷം തുടങ്ങി 10ാം നാളിലാണ് US നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുന്നത്. നേരത്തെ ആക്രമണത്തിൽ പങ്കുചേരുന്നത് സംബന്ധിച്ച് 2 ആഴ്ച സമയം വെച്ചിരുന്നതാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചതെന്നും വ്യക്തമല്ല.